ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മട്ടൻ ഷവായി റൈസ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ മട്ടൻ ഷവായിയുടെ മസാല നമുക്ക് ആദ്യം ഇത് മസാല ആക്കി വെക്കാം. അപ്പോൾ മസാല ആക്കണം എങ്ങനെയെന്ന് ആദ്യം നമുക്ക് കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാൻ ഇതുപോലെ വലിയ പീസ് മട്ടനാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഒരു ആട്ടിൻ്റെ പകുതി ഭാഗം വരെ എടുത്തിട്ടുണ്ട്. ഇത് 4 പീസാണ്. കണ്ട, ഇത് 4ൻ്റെ പീസാണ്. ഇത് കൈ പീസ് അതിൻ്റെ സൈഡോട് കൂടി ഉള്ളതാണ്. നിങ്ങൾ കാണാമല്ലോ. ഇത് നമുക്കിതൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വലിയ പീസാണ്. മട്ടൻ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി മട്ടൻ ഒരു മസാല ആക്കി വെക്കാനായിട്ട് ഇതുപോലൊരു ബോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടൊന്ന് മസാല ആക്കി കൊടുക്കാം. 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഞാൻ തൈര് വൈറ്റ് വിനീഗറാണ് കേട്ടോ. ഇതാ ഒരു 5 സ്പൂണോളം വൈറ്റ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു ഒന്നാണ് 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അറബിക്ക് മസാല കുറച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അറബിക്ക് മസാല എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊളിച്ച് ഇത്രയും മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചി കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാല ആക്കി വയ്ക്കാം. മസാല ആക്കി നല്ലപോലെ കുഴച്ച് മസാല ആക്കണം കുറച്ച് കേട്ടോ. ഒരു നുള്ളി കുങ്കുമപ്പൂവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയും കൂടെ അതിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നല്ലപോലെ മിക്സാക്കണം കേട്ടോ. മിക്സാക്കിയിട്ട് നമ്മൾ മട്ടൻ എടുത്ത് അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എല്ലാം ആഹവും പറവും എല്ലാം മസാല ഒരേ പീസിലും ഇതുപോലെ മസാല നല്ല വൃത്തിയായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ മസാല ആക്കി വെച്ച മട്ടൻ കണ്ടല്ലോ. ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിലോട്ട് നമുക്ക് മട്ടൻ എടുത്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, നമ്മൾ മസാല ആക്കിയ മട്ടൻ കണ്ടു നോക്കിയേ. മട്ടൻ എല്ലാം ഞാൻ അതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. അപ്പോൾ മട്ടൻ വേവാനുള്ള വെള്ളം കൂടെ നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യമൊന്നും പോകാതെ അതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിലും കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്യണം കേട്ടോ. നല്ലപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. കണ്ടല്ലോ, അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് അതുപോലെ കവർ ചെയ്ത് നല്ലതായിട്ട് കണ്ട. ഓവൻ ഞാൻ 200 ഡിഗ്രി ചൂട് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അതിലോട്ട് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ വേണം കേട്ടോ. 200 ഡിഗ്രി ചൂട് ആദ്യം ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 180 ഡിഗ്രി ചൂടിലോട്ട് ആക്കി കൊടുക്കാം. മട്ടൻ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് ചോറൊന്ന് വെക്കാം കേട്ടോ. ചോറ് ഞാൻ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ 3 കപ്പ് റൈസ് എടുത്ത് 2 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്ത് ഊറ്റി വെച്ചേക്കാണ്. പിന്നെ ഞാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഇപ്പോഴും ഇതിൽ തന്നെ കാണാം. നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കാണാം. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് പോകാം. ഈ ഒന്ന് ഓണാക്കട്ടെ. ബിസ്മില്ല. ചെമ്പ് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് എന്താ, നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ. നെയ്യും കൂടെ ഒഴിക്കും. കുറച്ച് ഞാൻ എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. 3 കപ്പ് അരി ഉണ്ട് എനിക്ക്. പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എല്ലാം കൂടെ നമുക്ക് അതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള. കളറൊന്നും ആക്കണ്ട കേട്ടോ. ഒന്ന് ഒരു പച്ച മണം മാറുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് കളറൊന്നും ആവേണ്ട കാര്യമില്ല. നമുക്ക് 2 മാജി ക്യൂബും ഇട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് മാജി ക്യൂബ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മാജി ക്യൂബ് ഇടുന്നുണ്ട്. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. മതി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം. ഉപ്പൊക്കെ നിങ്ങളെ ചോയ്സാണ് കേട്ടോ. ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം.
എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാ. ഈ വെള്ളം കണക്കിനുണ്ട് കേട്ടോ. കേട്ടോ, ഞാൻ ഒഴിച്ച വെള്ളം കണക്കാണ്. ഇതിന് മൂടി വയ്ക്കാം കേട്ടോ. നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കാം. ഇതാ ചോറിവിടെ ഒരുവിധം തയ്യാറായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കളർ ഒഴിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, ഇത് ചുമന്ന ഫുഡ് കളറാണ്. ഞാനിത് കലക്കി വെച്ചേക്കാണ്. ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഇറ്റിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, തോനെ വേണ്ട കേട്ടോ. അതേപോലെ തന്നെ മഞ്ഞ കളർ ഞാൻ ഇതുപോലെ കലക്കിയാണ് ഫുഡ് കളർ വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു അല്പം അതിലോട്ട് ഇറ്റിച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഇതിൻ്റെ ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ശകലം കുങ്കുമപ്പൂ ഞാൻ കലക്കാതെ വിതറി കൊടുക്കുകയാണ് കേട്ടോ. ഒരു മണത്തിന് വേണ്ടി ശകലം ഒരു നുള്ളു കേട്ടോ. ഇതുപോലെ വിതറി കൊടുത്തിട്ട് അലൂമിനിയം ഫോയിലിട്ടിട്ട് കവർ ചെയ്ത് അലൂമിനിയം ഫോയിലിട്ട് കവർ ചെയ്ത് 10 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ സ്റ്റീമിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. ചോറ് സർവ് ചെയ്യാം. കണ്ടല്ലോ, ഇതാണ് നമ്മളുണ്ടാക്കിയ റൈസ്. ഒന്ന് തുറന്ന് നോക്കാലോ. നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. മക്കളെ, നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാ. വാവ്, കണ്ടോ. ആവിയൊന്ന് പോട്ട് കേട്ടോ. നമ്മൾ റൈസ് ഒന്ന് സർവ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു അല്പം റൈസിന് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനാണ് ചോറ്റിൻ്റെ മുകളിൽ ഇടാം. ഇതിലേക്ക് കുഴപ്പമൊന്നുമില്ല, വേണ്ട, ഞാൻ മാറ്റുന്നില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ചോറ് കൊടുക്കാം. ബിസ്മില്ലാ. ഇതിലോട്ട് ചോറ് നമുക്ക് നേരെ ഭയങ്കര ആവി എൻ്റെ ഫോണിൽ കയറും. ചോറ് നമ്മൾ വിളമ്പിക്കഴിഞ്ഞു. നമ്മളുണ്ടാക്കിയ മട്ടൻ കണ്ട, നമ്മളുണ്ടാക്കിയ മട്ടൻ നിങ്ങൾ ഓവനിൽ വെച്ചത് കണ്ടല്ലോ. അത് ഞാൻ പുറത്തെടുത്ത്, അതാണ് ആ സാധനം. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് മട്ടൻ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. മട്ടൻ വെക്കാൻ നമുക്ക് നോക്കാം. അരിയിലൊക്കെ പിടിച്ച് കേട്ടോ, നല്ലതായിട്ടങ്ങ്. ബിസ്മില്ലാ. കണ്ടോ, മട്ടൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും വെക്കാം. കണ്ടോ, ഞാൻ മട്ടൻ തയ്യാറാക്കി. ഇനി നമുക്ക് മുട്ട ഞാൻ അവിച്ചെടുത്തിട്ടുണ്ട്, പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ പുഴുങ്ങിയെടുക്കണം കേട്ടോ. ഒരു 3-4 മുട്ട നിങ്ങൾക്ക് പുഴുങ്ങിയെടുത്താൽ മതി. ഞാനൊരു 4 മുട്ടയോളം ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 4 മുട്ട ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 4 മുട്ട വെച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. 4 മുട്ട വെച്ചു. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഒരു നാരങ്ങ, ഒരു കാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ലിവർ ഉണ്ടല്ലോ, ഈ ആട്ടിൻ്റെ ലിവർ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു അശ്വമായിട്ട് നമുക്കൊരു മസാല ആക്കി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആട്ടിൻ്റെ ലിവറാണ് കേട്ടോ. ആട്ടിൻ്റെ ലിവർ ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുരുമുളകും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിനകത്ത്. കണ്ട, ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആടും ചോറും ഉണ്ടാക്കുന്നത് മഷ്വായി റൈസാണ്. കണ്ട, മഷ്വായി റൈസാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു നാരങ്ങ വെച്ച് കൊടുക്കാം കേട്ടോ. നാരങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ നാരങ്ങ വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരേ പച്ചവളവും വെച്ച് കൊടുക്കാം. ഒരേ പച്ചവളവും വെച്ച് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇതിലോട്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കണ്ടോ നിങ്ങൾ. ഇനി കുറച്ച് ഫ്രൈ ഒനിയനും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഞാൻ നിങ്ങൾ കാണിച്ചില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതല്ല, അത്രയ്ക്ക് ലോങ് ആയിപ്പോകും വീഡിയോ. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ കാണിക്കാതിരുന്നത്. ഇതൊക്കെ ഞാൻ എപ്പോഴും റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. കണ്ട, അപ്പോൾ നോക്കിയാണേ നമ്മൾ ആടും ചോറുമാണ്, ഓവനിൽ വെച്ച ആടും റൈസുമാണ്. കണ്ടു നോക്കി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.